അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാർഡ് തല രോഗപ്രതിരോധ ആയുർവേദ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം തോറും കഴിയുന്തോറും ഈ ആൾക്കാരുടെ എണ്ണം കുറയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എങ്ങനെയാണ് ആൾക്കാരുടെ എണ്ണം കുറയുക? ആൾക്കാരുടെ എണ്ണം കുറയണമെങ്കിൽ മരുന്ന് ആവശ്യമില്ലാത്തവർ കുറയണം. മരുന്ന് ആവശ്യമില്ലാത്തവർ കുറയണമെങ്കിൽ അസുഖങ്ങൾ കുറയണം. അങ്ങനെ അസുഖങ്ങൾ കുറയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിത രീതിയൊക്കെ മാറ്റണം, അല്ലേ? പല തിരക്കുകളിൽ പെട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെയുള്ള ചിട്ടയോട് കൂടിയൊന്നും ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടായില്ല. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഒരു മരുന്ന്, ചെറിയൊരു മരുന്ന് വേണമെങ്കിലും നമ്മളിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുർവേദ ആശുപത്രിയെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ്. ചെറിയ മരുന്ന് ചെടികൾ പോലും, ഔഷധ ചെടികൾ പോലും നമ്മുടെ വീട്ടിൽ ഇല്ല. പനിക്കൂർക്ക ഇല്ല, ആടലോടകില്ല, അല്ലെങ്കിൽ പൂവാങ്കുറുന്ന്, അങ്ങനെ എല്ലാ ചെടികൾ നമ്മളെ നാട്ടിൽ കണ്ടുവന്നിരുന്ന, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുനിന്നും ഒക്കെ നമ്മൾ പൊട്ടിച്ചിരുന്ന, ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ചെടികളൊന്നും ഇന്ന് നമ്മുടെ വീടുകളിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഈ ആശുപത്രിയിലേക്ക് വരും. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ വർഷം തോറും ആൾക്കാരുടെ എണ്ണം കൂടുതലല്ല വേണ്ടത്, ഇവിടെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയാ വേണ്ടത്. ശരിക്കും ആയുർവേദ ആശുപത്രിന്റെ അടച്ചുപൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണം. അതൊരു സാങ്കല്പികമാണെങ്കിലും അങ്ങനെ സംഭവിക്കില്ലെങ്കിലും അതാണ് നമ്മുടെ ആഗ്രഹം. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ വർഷത്തൊരു പ്രത്യേകത കൃത്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട വിധം എഴുതുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ആയുർവേദ മരുന്നുകൾ ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ ഉപയോഗം, അതിൻ്റെ അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു എക്സിബിഷൻ പോലെ അതും നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്പെൻസറിയിലേക്ക് വന്നിട്ടുള്ള ഹൗസ് സർജന്മാർ എല്ലാ വർഷവും എല്ലാ വാർഡുകളിലും, എല്ലാ വാർഡിലെ മരുന്ന് വിതരണത്തിന് അന്ന് കുറച്ചു നേരം ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ശരീരവും ഏതെല്ലാം രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള പൊതുവായിട്ടുള്ള നമ്മുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ടോക്ക് നമ്മൾ ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാ വാർഡുകളിലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിത രീതി ഏതെല്ലാം രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ അറിയുകയാണെങ്കിൽ തന്നെ നമ്മളൊരു സ്പാർക്കിംഗ് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സും കൂടി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ആയുർവേദ ദ്രവ്യങ്ങളുടെ പ്രദർശനവും നടന്നു. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ, വാർഡംഗങ്ങളായ ഇന്ദിര ജയകുമാർ, രമണി നന്ദകുമാർ, സായ രാമചന്ദ്രൻ, HMC അംഗം വിമൽ പ്രഭു, ഫാർമസിസ്റ്റ് ദീപ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.